തയ്യാറാക്കാൻ പോകുന്നത് നമ്മളെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഡാൽഗോണ കോഫിയുടെ റെസിപ്പി ആയിട്ടാണ്. കാണാനും അതുപോലെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കോഫി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർക്കുന്നുണ്ട്. ഞാൻ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ നോർമൽ വാട്ടറാണ്. ചൂടുവെള്ളമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്നുകിൽ ഹാൻഡ് വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ ബീറ്ററോ യൂസ് ചെയ്യാം. ഞാനിവിടെ ബീറ്ററാണ് യൂസ് ചെയ്യുന്നത്. 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഹൈ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊരു സ്റ്റിഫ് പീക്ക് ഫോം ആവുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഹാൻഡ് വിസ്ക് യൂസ് ചെയ്യുന്നതാണെങ്കിൽ 15 മുതൽ 20 മിനിറ്റ് വരെ വേണ്ടി വരും. ഇതിപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത്. ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് വാം മിൽക്കാണ്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല തണുത്ത പാലെടുത്താലും മതി. ഇതൊരു 3/4 ഭാഗത്തിലേറെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3 മുതൽ 4 സ്കൂപ്പ് വരെ മിക്സ് ഇതിലേക്ക് ചേർത്താൽ മതി. പാല് പഞ്ചസാര ഇടുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇത് ഓൾറെഡി നമ്മളൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഈ ഒരു മിക്സിലുണ്ട്. അപ്പോൾ അത് മതി. ഇത്രയാണ് നമ്മുടെ ഡാൽഗോണ കോഫി. ഇത് കാണാനും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.